അസ്സലാമു അലൈക്കും. വയനാട് പെങ്ങോട് സ്വദേശി നസീറ എന്ന് പറയുന്ന ഒരു വീട്ടുമ്മ ഒരു നായയോട് കാണിച്ച ഒരു സ്നേഹം ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ആകെ വൈറലാണ്. വളരെ സഹാനുഭൂതിയോടുകൂടി തൻ്റെ വീടിൻ്റെ അയൽവക്കത്ത് വന്ന് സഹായം അഭ്യർത്ഥിച്ച ഒരു നായയോട് വളരെ കാരുണ്യപരമായ ഒരു പ്രവർത്തനമാണ് ആ നസീറ എന്ന് പറയുന്ന ആ വീട്ടുമ്മ ചെയ്തത്. അത് തീർച്ചയായിട്ടും സമൂഹ മാധ്യമങ്ങളിൽ മൊത്തം ഇന്ന് നിറഞ്ഞു നിൽക്കുന്നതാണ് നിങ്ങൾ കണ്ടത്. ഒരുപാട് മെസ്സേജുകളും അതുപോലെ തന്നെ ആയിരക്കണക്കിന് സന്ദേശങ്ങളും എല്ലാം തന്നെ ഇന്ന് നസീറ എന്ന് പറയുന്ന ആ സ്ത്രീയെ തേടി എത്തുന്നതും നമ്മൾ കണ്ടു. സഹജീവികളോട് നിങ്ങൾ കരുണ കാണിക്കൂ, നിങ്ങളോട് തിരിച്ച് കരുണ കാണിക്കുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാമിക വിരോധികളെല്ലാം തന്നെ നമ്മൾ നായ എന്ന് പറയുന്ന ഈ ഒരു ജീവിയെ എന്തോ ഒരു വൃത്തികെട്ട രീതിയിലും അതുപോലെ തന്നെ ഒരു നിഷിദ്ധമായിട്ട് ഇസ്ലാം അതിനെ കണക്കാക്കുന്നു എന്ന രീതിയിലുള്ള ഒരു ചിത്രമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ എല്ലാം തന്നെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അത്തരം വാർത്തകൾക്കെല്ലാം തന്നെ ഏറ്റ ഒരു അടിയാണ് ഇന്നത്തെ ഒരു ഈ വീഡിയോ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ റിയാക്ട് ചെയ്യാൻ വേണ്ടി എടുക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. ഈ വീഡിയോയിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ തീർത്തും കാണണം. അപ്പോൾ നിങ്ങൾക്കും അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താനും അതുപോലെ തന്നെ സഹജീവികളോട് സ്നേഹം കാണിക്കാനും നമുക്കും പറ്റുമെന്നുള്ളതാണ്. നമുക്ക് അത്തരത്തിൽപ്പെട്ട ആ നായയുടെ ഒരു സ്നേഹം മനസ്സിലാക്കി തരുന്ന ചെറിയ ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കണ്ടു കാണും, ഒരു നായ, അതും വീട്ടിൽ പോറ്റുന്ന ഒരു നായയൊന്നുമല്ല, തെരുവിലൂടെ അലിഞ്ഞു നിരക്കുന്ന ഒരു നായ നന്ദി പറയാൻ വേണ്ടി നമ്മുടെ നസീറ എന്ന് പറയുന്ന സ്ത്രീയുടെ വീട്ടിൻ്റെ അടുത്തേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, എന്തിനാണ് ഇത്ര നന്ദി പറച്ചൽ, എന്താണ് ആ സ്ത്രീ ഇതിന് മാത്രം ചെയ്തത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. അതിന് മാത്രമുള്ള പ്രവൃത്തിയാണ് ആ സ്ത്രീ ചെയ്തത് എന്നുള്ളതാണ്. ജീവൻ പോകുമെന്ന ഒരു അവസ്ഥയിൽ തൊണ്ടയിൽ കുടുങ്ങിയ ഒരു എല്ലിൻ്റെ കഷ്ണം ആരും എടുത്തു കളയാതിരുന്നപ്പോൾ അത് പഴുത്ത് വളരെ മോശകരമായ രീതിയിലേക്ക് പോയ സമയത്ത് തന്നെ ഒന്ന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നസീറ എന്ന് പറഞ്ഞ സ്ത്രീയുടെ അടുത്തേക്ക് ഈ നായ ചെന്നതാണ്. അതിനുശേഷം ആ സ്ത്രീ വളരെ കാരുണ്യപരമായ ഒരു പ്രവൃത്തിയാണ് ചെയ്തത്. നായ തൊടാൻ വേണ്ടി പാടില്ല എന്നുള്ളതൊക്കെ മറന്നുകൊണ്ട് ആ നായയോടുള്ള സ്നേഹം കൊണ്ട്, ആ സഹജീവികളുടെ കാരുണ്യം കൊണ്ട് ആ സ്ത്രീ ഒരു വിറകിൻ്റെ കഷ്ണം എടുത്തുകൊണ്ട് വളരെ തന്ത്രപൂർവം, വളരെ ബുദ്ധിപൂർവം അതിനെ വളരെ വിഷമതയോടുകൂടി വേദനയാക്കാത്ത രീതിയിൽ ആ നായയുടെ വായിൽ നിന്നും അത് തട്ടി മാറ്റി അതിനെ സുഖം പ്രാപിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് അതിനെ എത്തിച്ചു എന്നുള്ളത് തന്നെയാണ് ആ സ്ത്രീ ചെയ്ത ഏറ്റവും പരമോന്നതമായ പ്രവൃത്തി. നമുക്ക് അതിൻ്റെ വീഡിയോ ഒന്ന് കാണാം. ഈ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞ കണക്കിന് നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് മെസ്സേജുകളും സന്ദേശങ്ങളും എല്ലാം തന്നെ ഇന്ന് ഈ സ്ത്രീയെ തേടി എത്തുന്നത് നമ്മൾ കണ്ടു. ഒരുപാട്
ആൾക്കാർ ഇവയെ പുകഴ്ത്തുന്നതും സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും നമ്മൾ കണ്ടു. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇത് സമൂഹത്തിനുള്ള ഏറ്റവും നല്ല ഒരു മെസ്സേജാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ റിയാക്ട് ചെയ്യുന്നത്. സഹജീവികളോട് നിങ്ങൾ എന്തായാലും സ്നേഹം കാണിക്കണം. നമ്മൾ നായയോട് എന്നല്ല, പൂച്ചയോട്, നായയോട്, ഏത് മൃഗമായാലും അതിന് തുറന്നു പറയാൻ വേണ്ടിയുള്ള കഴിവ് അതിന് ഇല്ല. അതുകൊണ്ട് അദ്ദേഹം അത്തരം സാഹചര്യത്തിൽ നമ്മൾ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുകയും അതിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യണമെന്നാണ് വിനീതമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അത്തരത്തിൽപ്പെട്ട വളരെ മനോഹരമായ മനുഷ്യർക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റിയ ഒരു പ്രവർത്തനമാണ് നസീറ എന്ന് നമുക്ക് കാണിച്ചു തന്നത്. അതുപോലെ ഞാൻ പറഞ്ഞിരുന്നു, വളരെ സമൂഹ മാധ്യമങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഒരുപറ്റം ആൾക്കാർ വളരെ ബോധപൂർവം ഈ നായ എന്ന് പറയുന്ന വ്യക്തിയെ ഇസ്ലാം നിഷിദ്ധമാക്കി വെച്ചിരിക്കുന്നു എന്ന രീതിയിലുള്ള വർത്തമാനങ്ങളും വീഡിയോകളും ചർച്ചകളും എല്ലാം സോഷ്യൽ മീഡിയ ചില ബ്ലോഗർമാർ വരെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽപ്പെട്ട ആൾക്കാരാണ് പറയുന്നത്, ഈ നായ എന്ന് പറയുന്ന വസ്തുവിനെ നമ്മൾ നിഷിദ്ധമാക്കി ഇസ്ലാം എവിടെയും വെച്ചിട്ടില്ല, അത് തീർച്ചയായിട്ടും അതിനെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് നജസ്സാണ്, അതുകൊണ്ട് 7 വെള്ളം കൊണ്ട് കഴുകി അതിനെ ശുദ്ധിയാക്കണമെന്നാണ് ഇസ്ലാം പറഞ്ഞത്. അതിനെ ഒരിക്കലും നമ്മളൊരു നിഷിദ്ധമായ മൃഗമായിട്ടോ അത്തരത്തിൽപ്പെട്ട മോശമായ മൃഗമായിട്ടോ ഒരിക്കലും നമ്മൾ നായയെ കണ്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഖുർആനിൽ, ഹദീസിൽ തന്നെ ഒരുപാട് സ്ഥലത്ത് ഈ നായയെക്കുറിച്ച് പറയുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രയ്ക്കും മോശപ്പെട്ട ഒരു മൃഗമായിരുന്നു ഈ നായ എന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും അതിനെക്കുറിച്ച് ഖുർആനിലൊന്നും പ്രതിപാദിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ അത്തരത്തിൽപ്പെട്ട ഒരു ചർച്ചയിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. പക്ഷേ ഞാൻ സന്ദർഭോചിതമായി അതിനെ ഇവിടെ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം സമൂഹ മാധ്യമങ്ങളെല്ലാം എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇസ്ലാം നായ്ക്കെതിരെയാണ് എന്ന രീതിയിലുള്ള ഒരു പ്രചരണം, ഒരു കുപ്രചരണം ചില ഇസ്ലാം വിരോധികളിൽ നിന്ന് മാത്രമാണ് അത്തരം കുപ്രചരണങ്ങൾ അത് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. അതിനെ ഒന്ന് തടിയിടുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രം ഞാൻ അതിനെ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത്തരം ആൾക്കാർക്കുള്ള ഒരു മറുപടി തന്നെയാണ് നമ്മുടെ നസീറ എന്ന് പറയുന്ന വീട്ടമ്മയായ ഒരു മുസ്ലിം സ്ത്രീ ഇന്ന് നമുക്ക് കാണിച്ചു തന്നത്. ഞാൻ മുസ്ലിം സ്ത്രീ എന്ന് എടുത്തു പറയാൻ പ്രധാനപ്പെട്ട ഒരു കാരണം ഇത്തരത്തിൽപ്പെട്ട ഒരു ക്യാപ്ഷൻ സമൂഹ മാധ്യമങ്ങൾ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ആ സ്ത്രീ ചെയ്തത്. പക്ഷേ ആ മൃഗത്തിൻ്റെ ഒരു സ്നേഹം, നായ എന്ന് പറയുന്നത് വളരെ സ്നേഹമുള്ള ഒരു മൃഗമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ എല്ലും കഷ്ണം തൻ്റെ വായിൽ നിന്ന് എടുത്തു കൊടുത്ത ആ സ്ത്രീയെ തിരഞ്ഞുകൊണ്ട് 2ാമത്തെ ദിവസം ആ വീട്ടിലേക്ക് ആ നായ എത്തിയിട്ടുണ്ടെങ്കിൽ ആ നായയുടെ സ്നേഹം എന്ന് പറയുന്നത് അത്രയ്ക്കും അളവുറ്റത് തന്നെയാണ്. അത് കിട്ടാനുള്ള അർഹത ആ സ്ത്രീക്ക് ഉണ്ട് എന്നുള്ളത് കൂടിയാണ്. അവരുടെ മനസ്സിന് ഒരു ബിഗ് സല്യൂട്ട് ഞാൻ കൊടുക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും നിങ്ങളോട് കരുണ തേടുന്ന അല്ലെങ്കിൽ നിങ്ങളോട് സഹായം തേടുന്ന നിങ്ങളുടെ സഹജീവികളോട് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തണമെന്ന് തന്നെയാണ് നമ്മളെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ആ മാതൃക പിൻപറ്റിക്കൊണ്ട് നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം പ്രവൃത്തികൾ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.